നമ്മൾ ലാസ്റ്റ് 2 സെഷനിൽ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു 2013. അപ്പോൾ ഇന്ന് അതിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ സിലബസ് വെച്ചിട്ട് ഇൻട്രൊഡക്ഷനിൽ വന്നിട്ട് പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് എന്നുള്ള ഒരു ഐഡിയ വന്നോളൂ. ഇന്ന് നമ്മൾ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരികയാണ്. നിങ്ങളുടെ സിലബസിലെ ഈ ലോ എന്താണ് വരുന്നതെന്നും അതിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് നിങ്ങളുടെ സിലബസിലേക്ക് കടക്കാനാണ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു നിങ്ങളുടെ സിലബസ് എന്താണെന്ന് ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് നീങ്ങാം. അല്ല നല്ലേ? അപ്പൊ നിങ്ങളുടെ സിലബസ് വരുന്നത് ഫാമിലി ലോ, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഫാമിലി ലോ ആൻഡ് പേഴ്സണൽ ലോ, ചൈൽഡ് കെയർ എന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ് നിങ്ങൾക്ക് വരുന്നതായി മനസ്സിലാക്കിയത്. ഫാമിലി ലോ ആയിട്ടും ചൈൽഡ് കെയർ, പേഴ്സണൽ ലോ, ഇത്രയും മേഖലകളിൽ നിന്നാണ് നിങ്ങൾക്ക് ലോ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. എനിവേ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലക്ക് ഒന്നുകൂടി പറയാം. നമ്മൾ ഏതൊരു മോഡേൺ വെൽഫെയർ സൊസൈറ്റിക്കും ഒരു നിയമസംഹിത ഉണ്ട്. എല്ലാത്തിനും ഒരു നിയമങ്ങളുണ്ട്. അത് പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, ജന്തുജാലങ്ങൾക്ക് ഒരു നിയമമുണ്ട്, എല്ലാത്തിനും ഒരു നിയമമുണ്ട്. അപ്പൊ ഒരു നിയമം ഇല്ലാത്ത, ഒരു ലോ ഇല്ലാത്ത ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു വേൾഡ് നമുക്ക് തിങ്ക് ചെയ്യാൻ തന്നെ പറ്റും. അപ്പോൾ ലോ ഇല്ലെങ്കിൽ ഒരു അരാജകത്വം, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു നിയമം, ഭൂമിന്റെ സഞ്ചാരപഥവും ഗ്രഹങ്ങളെ സഞ്ചാരപഥവും ഒക്കെ ഒരു നിയമത്തിൽ അധിഷ്ഠിതമായിട്ടാണുള്ളത്. ലോ ഇല്ലാത്ത ഒരു സൊസൈറ്റി നമുക്ക് ഇറ്റ് ഈസ് നോട്ട് തിങ്കബിൾ. അപ്പോ ഈ ലോ എല്ലാം ജനങ്ങള് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയതും അല്ലെ ഒരുപാട് കാലങ്ങളായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കി ഉണ്ടാക്കുക നിയമങ്ങളാണ്. എനിവേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാനേ ഉള്ളൂ. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയാനേ ഉള്ളൂ. ലോസ് ക്യാൻ ബി ക്ലാസിഫൈഡ് മെയിൻലി. 4 ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ട് ലോക്ക് നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, ഫസ്റ്റ് ഒന്നാണ് ഇടേണ്ടത്. ഒന്ന് ഞാൻ അയച്ചതിൽ 1 എന്നുണ്ട്. 1 ലോസ് ആർ ക്ലാസിഫൈഡ് മെയിൻലി. 1 അതല്ല 1 യെസ് ഞാൻ ഇത് പറഞ്ഞു തന്നെയാണ്. സിവിൽ ലോ ആൻഡ് ക്രിമിനൽ ലോ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക, സബ്സ്റ്റാൻറ്റീവ് ലോ ആൻഡ് പ്രൊസീജിയറൽ ലോ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക, മുനിസിപ്പൽ ലോ ആൻഡ് ഇന്റർനാഷണൽ ലോ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക, പബ്ലിക് ലോ ആൻഡ് പേഴ്സണൽ ലോ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഇങ്ങനെ മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ്. സിവിൽ ലോ, ക്രിമിനൽ ലോ നിങ്ങൾക്കറിയാം. ഒരാളുടെ പേഴ്സണൽ റൈറ്റിലേക്കോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിന്റെ മേലിലേക്കോ വരുന്ന ഒരു നിയമത്തിലെ ഒരു എൻക്രോച്ച്മെന്റോ എന്തെങ്കിലോ അല്ലെങ്കിൽ അയാളുടെ കോമ്പൻസേഷനോ ഇതൊക്കെ ആവശ്യപ്പെടുന്നത് സിവിലായിരിക്കും. പക്ഷെ ഒരു കുറ്റകൃത്യങ്ങൾ നടന്നാൽ ഇറ്റ് ഈസ് ക്രിമിനൽ. അതൊരു ക്ലാസിഫിക്കേഷൻ ആണ്, നിയമത്തിന്റെ ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ് സിവിൽ ആൻഡ്. അതേപോലെ സബ്സ്റ്റാൻറ്റീവ് ലോ ആൻഡ് പ്രൊസീജിയറൽ ലോ എന്ന മറ്റൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് എടുക്കാം. എന്ന് വെച്ചാല് പ്രൊസീജിയറൽ ആയിട്ടുള്ള, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നെയാണ്, വൺസ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്. ഒരു പ്രൊസീജിയേഴ്സ്, ഒരാളുടെ അറസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കേസ് കൊടുത്താൽ എന്ത് ചെയ്യണം, അത് എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ള പ്രൊസീജിയറൽ ലോയും സബ്സ്റ്റാൻറ്റീവ് ലോ, ആ നിയമങ്ങൾ എഴുതി വെക്കപ്പെട്ട കുറച്ച് നിയമങ്ങൾ ഉണ്ടാവും. പ്രൊസീജിയറൽ അല്ലാതെ ഒരാൾക്ക് സപ്പോസ് ഒരാള് കൊലപാതകം ചെയ്താൽ അതിന്, ഒരാൾ കോൺട്രാക്ട് വയലേറ്റ് ചെയ്ത് ഇന്നത്, അല്ലെങ്കിൽ ഒരാള് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഇത്ര നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ എഴുതി വെച്ച് സബ്സ്റ്റാൻറ്റീവ് ലോ ഒരുപാടുണ്ടാവും. പ്രൊസീജിയറൽ ലോ വളരെ കുറച്ച് ഒരു നാട്ടില് ഒരു സൊസൈറ്റിയിൽ പ്രൊസീജിയറൽ ലോ വളരെ കുറച്ചുണ്ടാവുള്ളൂ. ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, സിവിൽ പ്രൊസീജിയർ കോഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ടാവും. സബ്സ്റ്റാൻറ്റീവ് ലോ ഒരുപാടുണ്ടാവും. പിന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് മുനിസിപ്പൽ ലോ ആൻഡ് ഇന്റർനാഷണൽ ലോ. അന്താരാഷ്ട്ര നിയമങ്ങളും ഒരു രാജ്യത്തുള്ള നിയമങ്ങളും. അത് മുനിസിപ്പൽ ലോ എന്നല്ലേ നാഷണൽ ലോ എന്നും പറയും. അപ്പോൾ ഇന്റർനാഷണൽ ലോ വെദർ ഇറ്റ് ഈസ് എ ലോ ഓർ നോട്ട് എന്നതിനൊരു ഒരു തർക്ക വിഷയമാണ്. ഒരു അതോറിറ്റി, ഒരു സാങ്ഷനിങ് അല്ലെങ്കിൽ അത് ലോ അല്ല എന്നാണ് പറയുന്നത്. സപ്പോസ് ഇവിടെ നിങ്ങളൊരു ലോ വയലേറ്റ് ചെയ്താൽ അത് സാങ്ഷൻ ചെയ്യാനും അതിനെല്ലാം പീനലൈസ് ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും ഉള്ള ഒരു സംവിധാനം ഉണ്ടാകുമ്പോഴേ അതൊരു നിയമം എന്ന് അറിയപ്പെടുന്നുള്ളൂ. നിങ്ങളൊരു ഒരാളെ വെറുതെ കയറി അടിച്ചു വിചാരിക്കാം, അയാളുടെ അത് നിങ്ങൾ ശിക്ഷിക്കാനുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതായത് നിങ്ങളൊരു കോൺട്രാക്ടറായിട്ട് ഏർപ്പെട്ടു കഴിഞ്ഞു, അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കോമ്പൻസേഷൻ വാങ്ങാൻ ഒരു നിയമമുണ്ട്. അപ്പൊ അതൊരു സാങ്ഷൻ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് മുനിസിപ്പൽ ലോ അത് പ്രായോഗികമാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ ഇൻ ഇന്റർനാഷണൽ ലോ. അതുകൊണ്ട് തന്നെ അതൊരു ഡിസ്പ്യൂട്ടുള്ള സംഗതിയാണ്. അത് ഇന്റർനാഷണൽ ഒരു നിയമം എന്ന് പറയാൻ പറ്റുന്നുണ്ട്. അതൊരു എഗ്രിമെന്റ് മാത്രമാണ്. തടവിലുള്ള കുറ്റവാളികളെ അങ്ങോട്ടൊന്നും കൈമാറാം, അല്ലെങ്കിൽ ഇനി യുദ്ധം ഉണ്ടാക്കില്ല, അങ്ങോട്ടും കൂടി യുദ്ധം ഉണ്ടാക്കില്ല എന്നൊക്കെയുള്ള സംഗതികളോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുണ്ടായ കുറച്ച് ധാരണകളൊക്കെയാണ്. അത് നടപ്പാക്കാൻ പറ്റില്ല. ഒരാൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ രാജ്യത്തിനൊന്നും ചെയ്യാൻ പറ്റും. ഒരു രാജ്യത്തിന്റെ ഉള്ളിലുള്ളതിനെ നിയമങ്ങൾ എന്ന് പറയാൻ പറ്റും. ഇനി അങ്ങനെ ക്ലാസിഫിക്കേഷൻ പറയാം. പിന്നെ പബ്ലിക് ലോ ആൻഡ് പേഴ്സണൽ ലോ എന്ന ക്ലാസിഫിക്കേഷൻ. പേഴ്സണൽ ലോ എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കബിൾ ടു എ പെർട്ടിക്കുലർ ഓർ സർട്ടൻ ക്ലാസ് ഓഫ് പീപ്പിൾ ബേസ്ഡ് ഓൺ റിലീജിയൻ, കാസ്റ്റ്. അതിനാണ് പേഴ്സണൽ ലോ എന്ന് പറയാം. ഒരു കാസ്റ്റോ അല്ലെങ്കിൽ ഒരു റിലീജിയനോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ആപ്ലിക്കബിൾ ആവുന്ന അതല്ല പേഴ്സണൽ ലോ ആപ്ലിക്കബിൾ ടു എ പെർട്ടിക്കുലർ ഓർ സർട്ടൻ ക്ലാസ് ഓഫ് പീപ്പിൾ ബേസ്ഡ് ഓൺ റിലീജിയൻ, കാസ്റ്റ് എക്സെട്ര. അതാണ് പേഴ്സണൽ ലോ. എന്ന് വെച്ചാൽ പബ്ലിക് ലോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്. ഇന്ത്യൻ പീനൽ കോഡോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടോ
ഫാമിലി കോർട്ടാക്ട് ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ നാട്ടിൽ എല്ലാവർക്കും കൂടി ഉള്ള സാധനമാണ്. അപ്പോൾ നേരെ മറിച്ച് ഹിന്ദു മാരേജ് ആക്ടോ ഹിന്ദു സക്സഷൻ ആക്ടോ ഒന്നും ഒരു പബ്ലിക് അല്ല. അത് ഒരു പ്രത്യേക വിഭാഗത്തിന് ഹിന്ദു റിലീജിയന് മാത്രമേ അപ്ലിക്കബിൾ ആണ്. അതാണ് പേഴ്സണൽ ലോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ വരുന്നത് പേഴ്സണൽ ലോ മീൻസ് പേഴ്സണൽ ലോകളും ഫാമിലി ലോകളും ഒക്കെയാണ് നിങ്ങളുടെ സിലബസിൽ വരുന്നത്. അപ്പൊ അതിന് പറഞ്ഞു കൊണ്ടുവരാനാണ് ഞാൻ നിങ്ങളെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞത്. അപ്പോൾ വാട്ട് ഈസ് പേഴ്സണൽ ലോ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യാനാണ് പേഴ്സണൽ ലോ എന്ന ഈ 4 ക്ലാസിഫിക്കേഷനും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് അതിൽ ഈ 4 ക്ലാസിഫിക്കേഷനിൽ 4th ക്ലാസിഫിക്കേഷൻസ് ഒന്നാണ് പേഴ്സണൽ ലോ ആൻഡ് പബ്ലിക്. അപ്പോൾ വാട്ട് ഈസ് പേഴ്സണൽ ലോ നിങ്ങൾക്ക് മനസ്സിലായി. ഒരു പർട്ടിക്കുലർ ഒരു സർട്ടൻ ക്ലാസ് ഓഫ് പീപ്പിളിനെ നമ്മൾ അവർക്ക് ആപ്ലിക്കബിൾ ആകുന്ന ലോക്കാണ് നമ്മൾ പേഴ്സണൽ ലോ എന്ന് പറയാം. അല്ലാതെ ജനറൽ ആയിട്ട് മൊത്തത്തിലൊരു നാട്ടിൽ ഒന്നായിട്ട് വരുന്ന നിയമങ്ങൾ നമ്മൾ പേഴ്സണൽ ലോ അല്ലാതെ പബ്ലിക് ലോ ആണ്. ദെൻ നിങ്ങളുടെ സിലബസിൽ വരുന്ന പേഴ്സണൽ ലോ ആപ്ലിക്കേഷൻസ് പേഴ്സണൽ ലോകളെ കുറിച്ച് നിങ്ങൾക്ക് സിലബസിൽ വരുന്നത് എന്തെല്ലാമാണ് പേഴ്സണൽ ലോ നമ്മൾ ഇപ്പോൾ നമുക്ക് 4 ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ ലോയിൽ പറഞ്ഞു. അതിലൊരു ക്ലാസിഫിക്കേഷൻ ആണ് പേഴ്സണൽ ലോ പബ്ലിക്. അപ്പൊ ഈ പേഴ്സണൽ ലോ നമുക്ക് എങ്ങനെ പറയാം? പേഴ്സണൽ ലോ ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഗവേർഡ് വിത്ത് റെസ്പെക്ട് ടു മാറ്റേഴ്സ് ലൈക്ക് മാരേജ്, ഡിവോഴ്സ്, മെയിൻ്റനൻസ്, അഡോപ്ഷൻ, ഇൻഹെറിറ്റൻസ്, ഗാർഡിയൻഷിപ്പ്, സക്സഷൻ. മൂന്നാമത്തെ ഒന്ന് ഗാർഡിയൻഷിപ്പ്, സക്സഷൻ ഇസ് കാൾഡ് പേഴ്സണൽ ലോ. ഇതെല്ലാം ഒരാളുടെ വിവാഹം, ഡിവോഴ്സ്, അയാളുടെ മക്കൾക്കുള്ള മെയിൻ്റനൻസ്, കുട്ടികളുടെ അഡോപ്ഷൻ, ഇൻഹെറിറ്റൻസ്, പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ്, നമ്പർ 3 ഇതെല്ലാം പിന്നെ പേഴ്സണൽ ലോ ആയിട്ട് ബന്ധപ്പെട്ടാണ് ആയിട്ടുള്ള സംഗതികളാണ്. മനസ്സിലായില്ലേ? അപ്പോ പേഴ്സണൽ ലോ ഒരു ഇൻഡിവിജ്വലിന്റെ വിവാഹവും പിന്നെ മെയിൻ്റനൻസ് ഉള്ള സംഗതികളെല്ലാം പേഴ്സണൽ ലോ ആയിട്ട് ബന്ധപ്പെട്ടു. അത് ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെ ഒരു കാസ്റ്റിനോ റിലീജിയനോ അല്ല ആപ്ലിക്കബിൾ ആകുന്ന നിയമമാണ് പേഴ്സണൽ ലോ. ഓക്കെ. ഈ പേഴ്സണൽ ലോയുടെ പല സോഴ്സിൽ നിന്നാണ് പേഴ്സണൽ ലോ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ലോക്ക് ഒരുപാട് ലോയും ആക്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ലോ എന്ന് പറഞ്ഞ നിയമത്തിനൊരു വൈഡ് ഡെഫിനിഷനാണ് നിയമം എന്നുള്ളത്. അത് പിന്നെ ഗവൺമെന്റ് എടുക്കുന്ന ഉത്തരവുകൾ നിയമമാണ്, നാട്ടിലുള്ള കസ്റ്റം ആചാരങ്ങൾ നിയമമാണ്. ഇതെല്ലാം നിയമമാണ്. ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ, റൂൾസ്, ഓർഡേഴ്സ്, പിന്നെ സർക്കുലർ, ഡയറക്ഷൻ, ഇതൊക്കെ നിയമങ്ങളാണ്. അപ്പോൾ ആക്ട് തന്നെ ഞാൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഇനാക്ട് ചെയ്ത് പാർലമെന്റ് നിയമം വഴി പാസ്സാക്കിയ നിയമങ്ങളെ നമ്മൾ ആക്ട് എന്ന് പറയുന്നത്. ഇനാക്റ്റഡ് ലോ പാർലമെന്റിലോ നിയമസഭകളിലോ പിന്നെ പാസ്സാക്കിയ നിയമങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സ്റ്റേറ്റിന്റെ 3 ഓർഗൻസ് നമ്മൾ പറഞ്ഞു. സ്റ്റേറ്റിന് പിന്നെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി 3 ഓർഗൻസ് ഉണ്ട്. അതിൽ ലെജിസ്ലേച്ചറിന്റെ ഡ്യൂട്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതാണ് നിയമസഭയും പാർലമെന്റും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയ പാസ്സാക്കിയ നിയമങ്ങളാണ് ആക്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണൽ ലോക്ക് പലപ്പോഴും പേഴ്സണൽ ലോയിൽ അതിന്റെ സോഴ്സ് പിന്നെ പലപ്പോഴും പഴയ കസ്റ്റമോ അല്ലെങ്കിൽ അവരുടെ മത നിയമങ്ങൾ ഒക്കെ ആയിരിക്കും പേഴ്സണൽ ലോന്റെ. ഫോർ എക്സാമ്പിൾ, സോഴ്സസ് ഓഫ് ഹിന്ദു പേഴ്സണൽ ലോന്റെ സോഴ്സുകൾ, അതേപോലെ ശ്രുതികൾ ഇതൊക്കെ പറയും. ശ്രുതികളിലെ എക്സാമ്പിളാണ് 4 വേദങ്ങൾ, ഋഗ്വേദം, സാമവേദം, യജുർവേദം എന്നൊക്കെ പറഞ്ഞ 4 വേദങ്ങളിൽ ആ വേദങ്ങളിലുള്ള നിയമങ്ങൾ, വേദങ്ങളിൽ പറഞ്ഞ നിയമങ്ങൾ. അതേപോലെ സ്മൃതീസ് മീൻസ് ടീച്ചിങ് ഓഫ് വേർഡ്സ് ഓഫ് ഋഷീസ് ഓർ ഹോളി മെൻ. ലൈക്ക് ഈ മുനിവര്യന്മാര്, ഋഷിവര്യന്മാർ ഇവരൊക്കെ പറഞ്ഞ് അല്ലെ അവരുടെ വേർഡ്സ്, അവർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ആ നിയമങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് നിയമങ്ങൾ. പിന്നെ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന നിയമങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു സോഴ്സ് വരുന്നത് ഈ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ എങ്ങനെയാണ് മാരേജ്, എന്താണ് ഡിവോഴ്സ്, അപ്പൊ ഒരു പിന്നെ അതൊന്നും പിന്നെ കാലങ്ങളായിട്ട് കീപ്പ് ചെയ്ത് വരുന്ന സംഗതികളാണ്. അതേപോലെ ഇതൊക്കെ ബ്രീഫായിട്ട് ഒന്ന് പറഞ്ഞു പോവാണ്. അത് എക്സാമ്പിൾ പറയണം. അതേപോലെ മുസ്ലിം ലോയുടെ സോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഖുറാനാണ് മുസ്ലിം ലോയുടെ സോഴ്സ്. ഖുറാൻ ബേസ്ഡ് ആണ് മുസ്ലിം ലോ. അതേപോലെ സുന്നത്ത്, ഹദീസ് എന്നൊക്കെ പറയും. ഹദീസ് പ്രവാചകന്റെ, പ്രോഫറ്റ്സിന്റെ പിന്നെ വേർഡ്സും അതേപോലെ ആക്ട്സും എങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചു തന്ന കാര്യങ്ങളൊക്കെയാണ് ഹദീസ് അല്ലെങ്കിൽ സുന്നത്ത് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് മുസ്ലിം സോഴ്സ് ഓഫ് മുസ്ലിം പേഴ്സൺ. അതേപോലെ ക്രിസ്ത്യൻ പേഴ്സണിൽ വരും ബൈബിള്, അതേപോലെ ട്രഡീഷൻസ്, ഇങ്ങനെ ഒക്കെയാണ് ആറാം ക്രിസ്ത്യൻ പേഴ്സണിലോട് വരുന്നത്. അപ്പൊ ഇതെല്ലാം ഇപ്പൊ പേഴ്സണൽ ലോ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. അപ്പൊ അതിന്റെ സോഴ്സ്, അതിലെ നിയമങ്ങൾ എവിടുന്നാണ് വരുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലായി. പഴയ അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് വരുന്ന ആചാരങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ കസ്റ്റമും പിന്നെ പഴയ ഗ്രന്ഥങ്ങൾ, ഹോളി ഗ്രന്ഥങ്ങൾ, ഇതിനൊക്കെയാണ്
സോഴ്സുകളായിട്ട്. അത് കൂടാതെ പിന്നീട് ഇതിനെല്ലാം കോഡിഫൈ ചെയ്ത് നിയമങ്ങളാക്കിയിട്ടുണ്ട്. പല ജാതികളിലും പല മതങ്ങളിലും പല വിഭാഗങ്ങളിലുമായിട്ട് പല രീതികൾ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാ മതങ്ങളിലും അവരുടേതായ അഭിപ്രായ വ്യത്യാസങ്ങളും അവരുടേതായ രീതികളും ഒക്കെ ഉണ്ട്. പല പല വിഭാഗങ്ങളുണ്ട്. ഇപ്പോ പിന്നെ ഹിന്ദു മതത്തിൽ തന്നെ ആണെങ്കിൽ പിന്നെ പല കാസ്റ്റുകൾ, നായേഴ്സിന്റെ ഒരു പിന്നെ രീതിയല്ല ഈഴവല്ലേ, പിന്നെ ബ്രാഹ്മിൻസിന് തന്നെ പല കാസ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ നായേഴ്സിൽ പല കാസ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യക്ക് പോയാൽ മറ്റു കുറെ കാസ്റ്റ്. അതേ മുസ്ലിംസിൽ വരുമ്പോൾ ഇപ്പോൾ ഷിയാകള്, സുന്നികളുടെ തന്നെ ഇപ്പൊ കേരളത്തിൽ തന്നെ വന്നാല് പല അഭിപ്രായ വ്യത്യാസങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ മുജാഹിദ് വിഭാഗം, ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ പല വിഭാഗങ്ങളുണ്ട്. അപ്പോ നമ്മള് സോഴ്സ് ഓഫ് പേഴ്സണൽ ലോ ആണ് പറഞ്ഞത്. പേഴ്സണൽ ലോന്റെ സോഴ്സുകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. പിന്നീട് വന്ന പല അമെന്റ്മെന്റുകൾ, പല ആക്ടുകൾ പാസ്സാക്കി കാലത്തിനനുസരിച്ച്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഇതൊക്കെ വന്നു. പിന്നീട് ഇതെല്ലാം കോഡിഫൈ ചെയ്ത് ഓരോ വിഭാഗങ്ങളിലും ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞ ഹിന്ദു മാരേജ് ആക്ട് വന്നു, ഹിന്ദു സക്സഷൻ ആക്ട് വന്നു, ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് വന്നു, ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഡിവോഴ്സ് ആക്ട് വന്നു, ഇങ്ങനെല്ലാം വന്നു. അപ്പോ പിന്നെ ഇതാണ് പേഴ്സണൽ ലോ എന്താണെന്നും അതിന്റെ ഒരു സ്കൂൾസ് എവിടെ നിന്നൊക്കെ വന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോ ഇനി ഫാമിലി ലോ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സംഗതി പേഴ്സണൽ ലോ ആൻഡ് ഫാമിലി ലോ ആണ്. ഫാമിലി ലോ ഇസ് ദ ഏരിയ ഓഫ് ലോ ഡീൽസ് വിത്ത് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഫാമിലി റിലേഷൻഷിപ്പ് ലൈക്ക് മാരേജ്, ഡിവോഴ്സ്, കസ്റ്റഡി ഓഫ് ചൈൽഡ്, അഡോപ്ഷൻ, പാറ്റേണിറ്റി എക്സെട്ര. ഇങ്ങനെയുള്ള ഒരു ഫാമിലി റിലേഷൻഷിപ്പിലുള്ള അതിൽ വരുന്ന മാരേജ് വരും, അല്ലെ ഡിവോഴ്സ്, കുട്ടികളെ കസ്റ്റഡി, പിന്നെ ദത്തെടുക്കല്, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം വരുന്ന ഒരു ബ്രാഞ്ചാണ് ഫാമിലി ലോ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ തന്നെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് അതിനും വീണ്ടും വീണ്ടും ക്ലാസിഫൈ ചെയ്ത് വരുന്ന മറ്റൊരു ബ്രാഞ്ചാണ് ഫാമിലി ലോ. അപ്പോ മാരേജ്, ഡിവോഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബന്ധപ്പെടുന്ന ആ നിയമങ്ങളാണ് ഫാമിലി ലോ എന്ന് നമ്മൾ ജനറലി പറയുന്നത്. നിങ്ങളുടെ സിലബസ് വരുന്ന പേഴ്സണൽ ലോ, ഫാമിലി ലോ ഇങ്ങനത്തെ സംഗതികളാണ്, നിങ്ങളുടെ നിയമങ്ങളാണ് നിങ്ങളുടെ സിലബസിൽ വരുന്നത്. പിന്നെ ഇനി നിങ്ങൾക്ക് ബേസിക് ആയ ഒരു സംഗതികൾ ജസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം കാണുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെക്കാൻ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ കംപ്ലൈന്റ് അല്ലെ പെറ്റീഷൻ, സൂട്ട് എന്നെല്ലാം കേട്ടുകാം. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണും ഒരു സൂട്ട് അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ്, പെറ്റീഷൻ എന്നൊക്കെ കേട്ടുകാം. അപ്പോ അതിന്റെ എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. പിന്നെ സൂട്ട് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സിവിൽ നേച്ചർ, ഒരാൾ സിവിലായിട്ട് കൊടുക്കുന്ന കേസുകൾ, ഒരു സിവിൽ കോടതിയിൽ കൊടുക്കുന്ന വ്യവഹാരങ്ങളാണ് സിവിൽ സൂട്ട്. നിങ്ങളിപ്പോ ഒരാളുടെ ഒരു 50 ലക്ഷം കടം വാങ്ങി തിരിച്ച് അയാൾ തന്നില്ലെങ്കിൽ നിങ്ങൾ അയാൾക്കെതിരെ കൊടുക്കുന്ന ആ പൈസ ഈടാക്കി കിട്ടാൻ കൊടുക്കുന്ന സിവിൽ സൂട്ടാണ്. പിന്നെ പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഹർജി എന്ന് മലയാളത്തിൽ നിങ്ങൾ കോടതിയിൽ പിന്നെ അതിന്മേലൊരു തീരുമാനമാവാൻ കൊടുക്കുന്ന പരാതികൾക്കാണ്. ഇപ്പൊ ഒരു ജഡ്ജിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു പിന്നെ കോടതികളിലോ കൊടുക്കുന്നതിന് പെറ്റീഷൻ എന്ന് പറയും. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ അല്ലെങ്കിൽ കോടതിന്റെ മുമ്പിൽ കൊടുക്കുന്ന പരാതികൾക്ക് കംപ്ലൈന്റ് എന്ന് പറയും. ഇതെല്ലാം ജനറലി നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കെങ്കിലും കംപ്ലൈന്റ്, പെറ്റീഷൻ ഒക്കെ ഒറ്റ ഇതിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് കംപ്ലൈന്റ്, സൂട്ട്, പെറ്റീഷൻ എന്നൊക്കെ ഈ ക്വസ്റ്റ്യനുകളിൽ വരും. ഈ കംപ്ലൈന്റ്, പെറ്റീഷൻ ഇതെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായി കാണും. സൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത്ര കണ്ട് സൂട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഈ സൂട്ട് എന്ന് സംശയിക്കും. ബേസിക്കലി ഒരു ലോ ആയിട്ട് റിലേറ്റഡ് അല്ലാത്ത ഒരാൾ. പിന്നെ കംപ്ലൈന്റ്, പെറ്റീഷനൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. സിവിൽ നേച്ചറിൽ കൊടുക്കുന്ന സിവിൽ വ്യവഹാരങ്ങളെയാണ് സിവിൽ. പിന്നെ ഇത്രയാണ് നമ്മൾ ഒരു ബേസിക് ആയിട്ട് നിയമത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ എന്താണെന്നും പേഴ്സണൽ ലോ എന്താണെന്നും പേഴ്സണലിന്റെ പിന്നെ സോഴ്സുകൾ എവിടുന്നാണെന്നും ഒരു ധാരണ ഉണ്ടാക്കി വെച്ചു. ഇനി ഈ സൂട്ട് എന്താണ്, പെറ്റീഷൻ എന്താ, അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ഭാഗം ജസ്റ്റ് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിന്റെ ഫണ്ടമെന്റൽ ലോ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യയുടെ ഫണ്ടമെന്റൽ ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു നിയമവും നമ്മുടെ നാട്ടില് ഇന്ത്യ രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരാനും പറ്റില്ല. അത് പിന്നെ അഗെയിൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അൾട്രാവൈസ് നിയമം നിലനിൽക്കാത്തതാണ് എന്നാണ്. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സിന് പിന്നെ 6 തരം ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ഏതൊരു നിയമവും ഗവൺമെന്റ് കൊണ്ടുവന്നാലും അല്ലെങ്കിൽ ആര് കൊണ്ടുവന്നാലും ഗവൺമെന്റ് കൊണ്ടുവന്നാലും അത് നിലനിൽക്കുക, അത് വോയിഡ് ആണ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 13 പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ നിയമങ്ങളും അതിന്റെ എക്സ്റ്റെന്റിലേക്ക്, ആ പർട്ടിക്കുലർ പോർഷൻ മൊത്തം നിയമം വോയിഡ് ആകുന്നില്ല, ആ ഭാഗം മാത്രം കോൺസ്റ്റിറ്റ്യൂഷനിലായി വരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഭാഗം മാത്രം വോയിഡ് ആയി. ഇത് മനസ്സിലാക്കുക. പിന്നെ
ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഒക്കെ വരുമ്പോൾ അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളും ഒരു പക്ഷേ നിങ്ങൾക്ക് വരും. അതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തരാന്നേ ഉള്ളൂ, എല്ലാത്തിനും ഒരു ഓവറോൾ ആയിട്ട്. അറസ്റ്റ് ആർക്ക് അറസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, ഒരു ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ, ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ പോലീസിനോ അല്ലെങ്കിൽ പിന്നെ ആ കുറ്റകൃത്യം നടന്നത് ഒരു ജുഡീഷ്യൽ ഓഫീസർ, ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പിലാണെങ്കിൽ ആ മജിസ്ട്രേറ്റിന് ഒരാളെ അറസ്റ്റ് ചെയ്യാം. ഇനി ഇതൊന്നുമല്ല, ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്ത് നിങ്ങളെ മുമ്പിലാണ് നടന്നതെങ്കിൽ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് റെക്കോർഡാക്കി നിങ്ങൾ അറസ്റ്റ് ചെയ്ത അയാളെ അവിടെ പിടിച്ചു വെച്ചു, നേരെ പിന്നെ പോലീസിനെ വിവരിക്കുക, അങ്ങനെയും നിങ്ങൾക്ക് അറസ്റ്റ് പ്രാപിക്കാം. അപ്പൊ ഈ അറസ്റ്റ് എന്നുള്ളത് എന്തിനാണ് എന്നൊരു ചോദ്യം ഉണ്ടാവും. ഒരാളുടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ അല്ലെങ്കിൽ അയാൾ അറസ്റ്റ് ഒരു കേസിലേക്ക് അത്യാവശ്യമാണ് എന്ന് തോന്നുമ്പോഴേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ആ തെളിവ് നശിപ്പിക്കാതിരിക്കാനും ഇതിനൊക്കെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത്. ജെ ആക്ടിൽ ജസ്റ്റ് അറസ്റ്റ് ഒക്കെ വരുമായിരിക്കും, പറഞ്ഞു ബേസിക് ആയിട്ട്. ഇനി നമ്മൾ അതിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫാമിലി ലോയിലേക്ക് തന്നെ പോകാം, എന്നിട്ട് നമുക്ക് പേഴ്സണൽ ലോ ഡിസ്കസ് ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് വരുന്ന ഫാമിലി ലോയും പേഴ്സണൽ ലോ ആയിട്ട് വരുന്ന കുറച്ച് നിയമങ്ങൾ ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം. അത് നിങ്ങളുടേതായ വാട്സപ്പിലേക്ക് ഗ്രൂപ്പിൽ അവർ ഷെയർ ചെയ്തോളൂ. കുറച്ച് നിങ്ങൾക്ക് നിങ്ങൾ മെയിൻലി പഠിക്കേണ്ട കുറച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫാമിലി കോഡ് ആക്ട്, അതിന്റെ റൂൾസ്, അതുപോലെ പേഴ്സണൽ ലോയിൽ വരുന്ന ഹിന്ദു മാരേജ് ആക്ട്, പിന്നെ ഹിന്ദു സക്സഷൻ ആക്ട്, സക്സഷനിൽ നിങ്ങൾക്ക് വരുന്നുണ്ടാവില്ല, ഹിന്ദു മാരേജ് ആക്ട് വരും. പിന്നെ മുസ്ലിം മാരേജും ഡിവോഴ്സും ആയിട്ടുള്ള നിയമങ്ങൾ, ഹിന്ദു മാരേജ് ഡിവോഴ്സ് ആയിട്ടുള്ള നിയമങ്ങൾ, ഗാർഡിയൻഷിപ്പ് ആയിട്ടുള്ള നിയമങ്ങൾ, ക്രിസ്ത്യൻ മാരേജും ഡിവോഴ്സും ആയിട്ടുള്ള നിയമങ്ങൾ, പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട്, ഫോറിൻ മാരേജ് ആക്ട്, പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഗാർഹിക പീഡന നിയമങ്ങൾ, അതിന്റെ റൂൾസ്, ഇതിന്റെ എല്ലാം റൂൾസ് ഇതിനൊക്കെ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യനുകൾ സാധാരണ വരാറുള്ളത്. പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ഇങ്ങനെ ഈ മേഖലകളിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഫാമിലി കോഡ് ആക്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫാമിലി കോഡ് ആക്ട് ചെറിയൊരു ആക്ടാണ്, 23 സെക്ഷൻ മാത്രമേ ഉള്ളൂ. സ്വതന്ത്ര ഇന്ത്യയിൽ ഇപ്പോൾ 10,000-കണക്കിന് ആക്ടുകൾ ഉണ്ടെന്നാണ് കണക്ക്. അതിന്റെ ഇരട്ടിയിലേറെ റൂൾസും, 16,000 ഒക്കെ ആയിരുന്നു മുമ്പ് പറഞ്ഞത് ആക്ടുകൾ ഉണ്ടെന്ന്, 32,000-ത്തിലധികം റൂൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിലൊരു വളരെ ചെറിയൊരു ആക്ടാണ് ഫാമിലി. ഇത് 1984 ഇനാക്ട് ചെയ്തതാണ്. 1984 കുടുംബ കോടതികളെ മറ്റൊരു കുടുംബ കോടതി ആയിട്ട് ഒരു കോടതികൾ ഉണ്ടാക്കാനും, അതുവരെ ഇങ്ങനെ കുടുംബ കോടതികൾ എന്നൊരു സങ്കല്പം ഇല്ലായിരുന്നു. സിവിൽ ആയിട്ടുള്ള വയലേഷൻസ് ആണെങ്കിൽ സിവിൽ കോടതികളിൽ പോവും, ക്രിമിനൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ക്രിമിനൽ കോടതികളിൽ. അപ്പോൾ ഇതിൽ രണ്ടിന്റെയും കൂടി അധികാരങ്ങളോട് കൂടി ഒരു പ്രത്യേക കുടുംബ വ്യവഹാരങ്ങള് അല്ലെ ഫാമിലി മാറ്റേഴ്സ് മാത്രം ഡീൽ ചെയ്യാൻ പിന്നെ അത് കൂടിക്കൂടി വന്നപ്പോൾ മറ്റേതെല്ലാം കാലതാമസം വന്നു. ഒരു സിവിൽ കേസിൽ ഒരുപാട് സിവിൽ കേസുകൾ ഒന്നായിട്ട് മാറും. ഒരു ഡിവോഴ്സിന് കൊടുക്കുന്ന കേസോ അല്ലെങ്കിൽ ഒരു സ്വർണത്തിന് കൊടുക്കുന്ന കേസോ ആയിട്ട് മാറുന്നു. ഒരുപാട് കാലതാമസം വരുന്നത്. ഇത് പ്രത്യേകമായിട്ട് നിയമം ഉണ്ടാക്കി കുടുംബ കോടതികൾ ഉണ്ടാക്കാനും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വിശദീകരിക്കാനാണ് ഫാമിലി കോഡ്സ് ആക്ട് ഗവൺമെന്റ് 1984 ഫാമിലി കോഡ്സ് ആക്ട്. ഇതിൽ ഇന്ത്യ മൊത്തം ആപ്ലിക്കബിൾ ആകുന്നു. അതിന്റെ ഡെഫിനിഷൻ സെക്ഷൻ 1 ഏത് ആക്ട് പറയുന്നു, ഷോർട്ട് അതിന്റെ ടൈറ്റിലും എക്സ്റ്റൻറ്റും ഒക്കെ പറയുന്നത് അത്ര ഡീപ്പായിട്ട് നോക്കണം. ഡെഫിനിഷൻസ് ആണ് സെക്ഷൻ 2 പറയുന്നത്. സെക്ഷൻ 3 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാമിലി കോഡ്സ്, സെക്ഷൻ 3 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാമിലി. അപ്പോ ഒരു ഏരിയയിൽ 10 ലക്ഷത്തിലധികം പോപ്പുലേഷൻ ഉള്ള ഒരു ടൗണില് അല്ലെങ്കിൽ മറ്റ് ഒരു ഏരിയ, ഇപ്പൊ നമ്മളെ കേരളത്തിലുള്ള ഫാമിലി കോടതികളൊന്നും 10 ലക്ഷത്തും പോപ്പുലേഷനുള്ള ടൗൺ ബേസിൽ ഉണ്ടാക്കിയത്. ഒരു ഏരിയ അല്ല, അത്രയും കേസുകളുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ ഒരു ജില്ലയിൽ 2 ഒക്കെ ഉണ്ട്, ഒന്നുണ്ട്, അങ്ങനെ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്താണ് കേരളത്തിൽ ഫാമിലി കോടതികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആക്ടിൽ പറയുന്നത് 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഒരു സിറ്റികളിലോ ടൗണുകളിലോ അല്ലെങ്കിൽ മറ്റ് ഏരിയകളിലോ ഗവൺമെന്റിന് അങ്ങനെ ഒരു പ്രത്യേക ഏരിയയിൽ ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെയും ഫാമിലി കോടതികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നാണ് ആക്ട് പറയുന്നത്. സെക്ഷൻ 3 പറയുന്നത്. ഇതൊന്നും ക്വസ്റ്റ്യൻ. സെക്ഷൻ 4 പറയുന്നത് ജഡ്ജസ്, അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ് ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ജഡ്ജിന്റെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഭാഗത്താണ്. സെക്ഷൻ 4 ഓഫ് ഫാമിലി കോഡ്സ് ആക്ട്, അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ്, ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് ആണ് സെക്ഷൻ 4 ഫാമിലി കോഡ്സ് ആക്ടിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. The state government may, with the concurrence of the High Court, appoint one or more